ക്ഷേത്രസ്വത്തുക്കൾ കൊള്ളയടിക്കുമ്പോൾ നോക്കുകുത്തിയാകുന്ന ഭരണകൂടമാണ് കേരളത്തിലുള്ളതെന്ന് VSP ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിന്ദ് പരാന്തെ. അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾക്ക് ക്ഷേത്രത്തിലെ സ്വർണവും മറ്റ് സ്വത്തുക്കളും നഷ്ടമാകുന്നത് ഒരു പ്രശ്നവുമില്ല. ഹൈന്ദവ സമൂഹത്തോട് മാത്രം വിവേചനപരമായ സമീപനമാണെന്നും മിലിന്ദ് പരാന്തെ ജനം ടിവിയോട് പറഞ്ഞു. ദേവസ്വം ബോർഡുകളുടെ തലപ്പത്തിരിക്കുന്നത് അവിശ്വാസികളാണ്. ദൈവവിശ്വാസമില്ലാത്തവർക്ക് ക്ഷേത്രസ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിൽ വേദനയുമില്ല. കമ്മ്യൂണിസ്റ്റുകളാണ് ദേവസ്വം ബോർഡുകളെ ഭരിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ക്ഷേത്രസ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഹൈന്ദവ സമൂഹത്തിന് കഴിയുമെന്നും VHP ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിന്ദ് പരാന്തെ പറഞ്ഞു. In Kerala, all the Devasthanam board members are, many of them are communist members, means who profess to be not believing in God. Their ideology doesn't accept the existence of God, and they are becoming members of Devasthanam boards. Then the properties and gold of the temples being stolen. That is what is happening. That is why the government has no business taking care of the temples. They must hand it over to the Hindu society. Hindu society is perfectly capable of handling it. കേരളത്തിലെ ലവ് ജിഹാദ് വിഷയം അതിഗൗരവമുള്ളതാണ്. ലവ് ജിഹാദും മതം മാറ്റവും നടക്കുന്നുണ്ടെന്ന് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ തന്നെ ആരോപിച്ചിട്ടുള്ളതാണ്. നാസിക്കിലെ TCS മതപരിവർത്തന കേസിൽ മുസ്ലിം പെൺകുട്ടികളാണ് ഒത്താശ ചെയ്തതെന്ന് വ്യക്തമായിട്ടുണ്ട്. പള്ളികളുടെയും മസ്ജിദുകളുടെയും ഭരണത്തിൽ ഇടപെടാത്തവർ ക്ഷേത്രങ്ങൾ അടക്കി ഭരിക്കുകയാണെന്നും മിലിന്ദ് പരാന്തെ കുറ്റപ്പെടുത്തി. ജനം, കൊച്ചി.